പ്രകടനം എന്നാണ്. കേസിനെയോ അല്ലെങ്കിൽ ആർസിയെയോ അല്ലെങ്കിൽ ഇഡിയെയോ ആരെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്താലും അത് വിധിയാണ്. എന്താണ് പറയാനുള്ളത്? വി ഡി സതീശൻ മാത്രം മതിയോ മുഖ്യം? ആരായാലും ആ ശബ്ദം വിടി വിടി ആരിത് പറയുമെന്നറിയാമോ? ആരിത് പറയുമെന്നറിയാമോ? ഏയുമില്ല അയ്യുമില്ല, ഏയുമില്ല അയ്യുമില്ല. ഞങ്ങളിലുള്ളത് കോൺഗ്രസ് രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, ASUI സിന്ദാബാദ്. പോരാളികളുടെ തേരാളി, പോരാളികളുടെ തേരാളി വി ഡി സതീശ നേതാവേ. തിരുവനന്തപുരത്ത് ഈ ഒരു ശക്തി പ്രകടനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? അതുപോലെ തന്നെ വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ചേരിതിരിഞ്ഞിട്ടുള്ള പ്രകടനങ്ങൾ പാടില്ല എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. മെയ് 4 ശേഷം ഒരു ചേരിതിരിവും പാർട്ടിക്ക് വന്നിട്ടില്ല എന്നത് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇത് ഭരണത്തിലേറുന്ന ഭരണ തുടർച്ച ഇനിയും ഉണ്ടാകണമെന്നതിന്റെ ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ തുടർച്ചയാണ്. ആ തുടർച്ചയല്ലാതെ ഇത് പ്രതിഷേധങ്ങളല്ല. പക്ഷേ ആ തുടർച്ചയ്ക്ക് ഭംഗി നൽകാൻ, ആ തുടർച്ചയ്ക്ക് മാനവരക്തത്തിന്റെ വില മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നയിക്കട്ടെ എന്നതാണ് ഞങ്ങളുടെ സ്ലോഗൻ. പ്രിയപ്പെട്ട KC, പ്രിയപ്പെട്ട രമേശ് ജി, പ്രിയപ്പെട്ട വി ഡി സതീശൻ, എന്റെ ഒക്കെ പ്രിയപ്പെട്ട നേതാവ്, എന്റെ ഗുരുവായ സുധാകരേട്ടൻ, മുരളിയേട്ടൻ, ഇവരൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാരാണ്. പക്ഷേ ഈ നേതാക്കന്മാർ ഒരേ സ്വരത്തിൽ, ഒരേ നയത്തിൽ, ഒരേ നിലപാടിൽ പിണറായി വിജയന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ഈ കേരളത്തിന്റെ ദുർഭരണത്തെ വിരൽ ചൂണ്ടി മുഖത്തിൽ നോക്കിക്കൊണ്ട് പറയും, ഇവിടെ മുഖ്യമന്ത്രിയാകുന്നത് നമ്മുടെയൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനാകുമെന്നൊരു ആ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ഈ പോരാട്ടങ്ങൾ നയിച്ച അനന്തപത്മനാഭന്റെ അനുകൂലമാകണമല്ലോ. ഹൈക്കമാൻഡ് എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ ആത്മാഭിമാനമാണ്, ഞങ്ങളുടെ ജീവിയുടെ രക്തമാണ്. ഞാനൊക്കെ ജീവിച്ച 19 വർഷത്തിൽ 126 കേസുകളും അതിനേക്കാൾ ഉപരി ജയിൽവാസങ്ങളും അനുഭവിച്ചതാണ്. അന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ഞങ്ങളുടെ പാർട്ടിയാണ്. അതിനേക്കാൾ ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നയിച്ച ഈ പാർട്ടിയുടെ ഗന്ധത്തെ മനസ്സിലാക്കാൻ, കഴിഞ്ഞ കാലങ്ങളിലെ പോരാട്ടങ്ങളെ മനസ്സിലാക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാണ്. അനുകൂലമായ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന അപേക്ഷ ഞാൻ പറഞ്ഞല്ലോ, എയും ഐയുമല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒരു കോൺഗ്രസിന്റെ ഞങ്ങൾ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയതാണ്. ഹൈക്കമാൻഡ് അങ്ങനെ എടുക്കുന്ന നിലപാടുകൾ എടുക്കുകയുള്ളൂ. കാരണം 10 വർഷത്തെ നോക്കിക്കണ്ടവരാണ് ഹൈക്കമാൻഡ്. 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തെ നോക്കിക്കണ്ടവരാണ്. ആ പിണറായി ഭരണ വിജയത്തിന്റെ അവസാന ലാപ്പിൽ ഈ മെയ് 4 അവസാനത്തെ വിധി കൽപ്പിച്ചത് ജനങ്ങളാണ്. അത് അവസാനത്തെ തീർപ്പാണ്. ആ തീർപ്പ് വെറും സംഖ്യയല്ല. ആ സംഖ്യ എന്ന് പറയുന്നത് UDF അനുകൂലമാണ്, കോൺഗ്രസിന് അനുകൂലമാണ്, വി ഡി സതീശന് വേണ്ടിയിട്ടുള്ള KPCCയെ നെഞ്ചിലേറ്റുന്ന KPC പറയുന്ന പരിപാടികൾ നടത്തിയ ഒരു കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. യൂണിറ്റ് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഒരു KSUക്കാരനായി ഇന്നും മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. KPCCയെ എതിർക്കാൻ, KPCCയെ വെല്ലുവിളിക്കാൻ ഇതിലെ ഒരു മനുഷ്യരും തയ്യാറാകുക. കാരണം KPCC എന്ന് പറയപ്പെടുന്നത് വീടിക്കൊപ്പമാകും എന്നൊരു പ്രതീക്ഷയാണ്.
അശ്വിൻ അശ്വിൻ മതി, കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ട് എടുത്തായി. $5.28